അതെ, ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഒത്തിരി വലിയതായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് മുടിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടാണ് നമ്മുടെ പല്ല് തേപ്പിലേക്ക് കിടക്കുന്നത്. പല്ല് തേച്ചിട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് ഈ ബ്രൂവിൻ്റെ കാപ്പി ഒരു അര ഗ്ലാസ് കുടിക്കണമെന്ന് അതൊരു നിർബന്ധമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാണ്ട ചപ്പാത്തിയും കോളിഫ്ലവർ കഴിയുമായിരുന്നു രാവിലത്തെ കഴിക്കുക. ഇപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഫ്രീയാണ്. പിന്നെ നമ്മുടെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകുട്ടന്മാരെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ ഞാൻ ഇതേപോലെ കുറച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ ഏതാണ്ട് കുളിക്കാനായിട്ട് പോകണം കേട്ടോ. ഞാൻ കാച്ചി വെച്ച എണ്ണയാണ്, അപ്പോൾ അത് കുറച്ചെടുത്ത് തലമുടിയിലേക്ക് തേച്ച് ആഴ്ചയിൽ ഒരു 2-3 തവണ ഞാൻ ഇതുപോലെ എണ്ണ തേച്ച് മുടി കഴുകാറുണ്ട്. 3 ദിവസമാണ് ഞാൻ എണ്ണ തേച്ച് മുടി കഴുകാറുള്ളത്. ആ മുടിയൊക്കെ ഒന്ന് കഴുകി കുളിച്ച് നമുക്ക് റെഡിയാകാം. നമുക്ക് അമ്മയുടെ കൂടെ ഒരിടം വരെ പോകണം. അപ്പോൾ അതിന് മുന്നേ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാകാം. അപ്പോൾ പിന്നെ അത് കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സ്കിൻ കെയർ, നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഒന്ന് തേച്ച് നമ്മുടെ ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ നടത്തിയിട്ട് നമ്മൾ പിന്നെ മുടിയൊന്നും പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഉടനെ ചെയ്തെത്തൊന്നുമില്ല. അതൊക്കെ ഒന്ന് നമ്മൾ നാച്ചുറലായിട്ടൊക്കെ ഒന്ന് ഉണക്കി എടുത്തതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ മുടിയുടെ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് തോത്തി കിട്ടിയതിന് ശേഷം ഞാൻ നമ്മുടെ ഉച്ചയൂണിലേക്ക് നമ്മൾ കിടക്കും. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വലിയ പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കുന്നതിനൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്നതിനൊക്കെ മുന്നായിട്ട് കുറച്ച് പഠിക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമ്മളിതാ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ആഹാരമാണ് ഇന്ന് കേട്ടോ. പയർ കറിയും പരിപ്പ് കറിയും നമ്മുടെ ബീട്രൂട്ട് തോരനും അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലാവിഷായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് അമ്മയുടെ കൂടെ ദാണ്ട് ഗ്യാസ് ഓഫീസിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ട്യൂഷൻകാരൊക്കെ വരും. അവർക്ക് ക്ലാസ്സൊക്കെ എടുത്ത് 7 മണിയാകുമ്പോഴത്തേക്കും കഴിയും. പിന്നെ ദാണ്ട് 9 മണിയാകുമ്പോഴത്തേക്കും ഉറക്കും.